ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്സിനും ഒരുപോലെ സ്യൂട്ട് ആവുന്ന രണ്ട് നല്ല ന്യൂഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർസിന്റെ തന്നെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് ആണ് കേട്ടോ. നല്ല ഗ്ലോസി ഫിനിഷ് തരുന്ന പീച്ചി ഡ്രിപ്പ് എന്ന ഒരു ടിൻഡഡ് ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ കിരോ ബ്യൂട്ടിന്റെ തന്നെ ഷെയ്ഡ് വന്നിട്ട് നട്ട്മെഗ് ന്യൂഡ് 12 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ പേഴ്സണലി ഇപ്പം എനിക്ക് പറയാനാണെങ്കിൽ എൻ്റെ പേഴ്സണലി എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞതിൽ 100% നമുക്ക് ഷുവർ ആക്കാൻ വേണ്ടി പറ്റും എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത് ടിൻഡഡ് ലിപ്സ്റ്റിക് ആണ്. യെസ്, ഷുവർലി ടിൻഡഡ് ലിപ്സ്റ്റിക് ആണ്, ഡ്രിപ്പ് ലിപ് മിസ്റ്റിന്റെ. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് സംസാരിക്കാം. കണ്ടോ, നല്ലൊരു ഗ്ലോ തരുന്നില്ലേ? ഇഷ് കഴിഞ്ഞു പോയി. സോ നമ്മൾ അത് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് കണ്ടോ, അതിന്റെ ഒരു ടിൻഡഡ് നമ്മുടെ ലിപ്സിന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഈ നമ്മുടെ ആ ഗ്ലോസി ഫിനിഷിൽ ആ ഒരു ജ്യൂസി ടൈപ്പ് ആ ഒരു ലിക്വിഡ് ഫോം അത് നമ്മൾ ജസ്റ്റ് നമ്മൾ അന്ന് ഇത് ടിഷ്യൂവിൽ ബാക്കി ഇങ്ങനെ കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആ ഒരു ഷെയ്ഡ് ടിൻഡഡ് ഷെയ്ഡാണ് നമ്മുടെ ലിപ്സിന് ഭയങ്കരമായിട്ട് ഭംഗി കിട്ടും. ഈ ഡ്രിപ്പ് ലിപ് മിസ്റ്റിന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഷെയ്ഡ് കണ്ട് ഇഷ്ടപ്പെട്ട് 2-3 ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏതാ ഷെയ്ഡ് എന്ന് ചോദിച്ചിട്ട്. സോ മാർസിൻ്റെ ആണ് ഇത്, പീച്ച് ഷെയ്ഡാണ്, അടിപൊളി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ബാക്കി കാര്യം നമുക്ക് നോക്കാം. ജ്യൂസി ടൈപ്പ് ആണ് ഇതിൽ പറയുന്നുണ്ട്, ജ്യൂസി ടൈപ്പ് ആണ്. യെസ്, ജ്യൂസി ടൈപ്പ് ആണ്. പിന്നെ പറയുന്നത് ജെൽ ടെക്സ്ചർ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ജെൽ ഫോം ടെക്സ്ചർ ആണ്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ബട്ട് അതിൽ മാത്രം എനിക്ക് ചെറിയൊരു ഇതുണ്ട്. കാരണം ഇതിൽ പറയുന്ന അത്ര ലോങ് ലാസ്റ്റിംഗ് എത്ര ഹവേഴ്സ് എന്നൊന്നും ഇതിൽ പറയുന്നില്ല. ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു 4 hours ഒക്കെ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല, വെള്ളമൊന്നും കുടിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ടിൻഡഡ് അവിടെ തന്നെ ഉണ്ടാവും. ഒന്നും കുഴപ്പമൊന്നുമില്ല, സ്മഡ്ജാവോ ഒന്നും പോകത്തൊന്നുമില്ല, ചുണ്ടിൽ തന്നെ ഉണ്ടാവും. കൂടുതൽ ടൈം ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര കൂടുതൽ ടൈം ലോങ് ലാസ്റ്റിംഗ് ചെയ്യൂല. നമ്മളൊരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട്. യെസ്, ഗ്ലോസി ഫിനിഷ് കൊടുക്കുന്നു പറയുന്നുണ്ട്. ശരിയാണ്, നല്ല ഗ്ലോ ഒരു ഫിനിഷിംഗ് ലുക്ക് നമ്മുടെ ലിപ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ നോൺ പാച്ച് റീഅപ്ലിക്കേഷൻ ആണ്. അതായത് റീഅപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ടിൻഡഡ് എനിക്ക് പറയട്ടെ, ലോങ് ലാസ്റ്റിംഗ് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് അല്ല. ബട്ട് ഒരു 4 hours കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടെന്ന് അതിൻ്റെ കുറച്ച് പോകുന്നുണ്ട്. ബട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ ഒരു വൃത്തികേടായിട്ടൊന്നും നിൽക്കുന്നില്ല, പാച്ചിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. ഹൈഡ്രേറ്റിംഗ് ഫോർമുലയാണെന്ന് പറഞ്ഞു. യെസ്, ഹൈഡ്രേറ്റിംഗ് ഫോർമുല, നല്ല ഹൈഡ്രേറ്റിംഗ് ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ലിപ്സിന് കൊടുക്കുന്നുണ്ട്. നല്ല വെയ്റ്റ്ലെസ് ടിൻഡാണ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, വെയ്റ്റ്ലെസ് ടിൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്ലിക്കേറ്റർ സൂപ്പറാണ്. കണ്ടോ, ഇതിൽ നല്ല ഒരു അപ്ലിക്കേറ്റർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്ലിക്കേറ്റർ അടിപൊളിയാണ്. ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ 8 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ പീച്ചി ആണ് ഷെയ്ഡ് വരുന്നത്, ഒരു പീച്ച് ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ബ്രൗൺ പീച്ച്, ആ ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ ഓഫർ പ്രൈസ് ഇപ്പോൾ പറയുന്നത് 261 രൂപയാണ് കേട്ടോ. സോ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ കിരോന്റെ തന്നെ നട്ട്മെഗ് ന്യൂഡ് 12 ആണ് കേട്ടോ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങാനുണ്ടായ കാരണം ഞാനിങ്ങനെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഒരുവിധം എല്ലാ ലിപ്സ്റ്റിക്കും റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങുന്നത്. അത് പറയുമ്പോഴാണ് എനിക്ക് പൊതുവായിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഉണ്ടാവും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പറയുമ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാതിരിക്കാം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നോക്കിയിട്ടാണ് നമ്മുടെ ഷെയ്ഡ് വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിന് അനുഭവം ഉണ്ടായത്, ആൾക്ക് വേണ്ടത് ലൈറ്റ് ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷേ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് ആൾ ഡാർക്ക് ഷെയ്ഡ് നോക്കി വാങ്ങി. പക്ഷെ ആ സാധനം ഭയങ്കര ലൈറ്റ് ആയിരുന്നു. നമ്മുടെ ക്യാമറയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ മാത്രം അത് ഡാർക്ക് ആവും. ആൾ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ റിവ്യൂ നോക്കുന്നത്, നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരാൾ നമ്മുടെ റിവ്യൂ കാണുമ്പോൾ
ആ ഒരു അല്ലേ, നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്താൽ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡേ മാറും. നമ്മുടെ ഫേസിന് ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്ലഷസ്, മേക്കപ്സ്, ലിപ്സ്റ്റിക്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്യാതെ ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ അതുകൊണ്ട് ഫിൽറ്റർ യൂസ് ചെയ്ത് ചെയ്യാറില്ല. കാരണം ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നമ്മുടെ ഒറിജിനൽ ഷെയ്ഡ് വേറൊരാൾക്ക് കിട്ടിയിട്ടത് അവർ ചൂസ് ചെയ്യണമെങ്കിൽ അത് ഒറിജിനൽ കാണണം. അതിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ ഇനി ആരെങ്കിലും ഫിൽറ്റർ യൂസ് ചെയ്ത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്തുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കിരോ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇത്. അപ്രിക്കോട്ട് ഓയിൽ, അവോക്കാഡോ ഓയിലും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതാ ഇതിൻ്റെ ഷെയ്ഡ്. ഇത് ഞാനൊന്ന് ഓക്കെ, നമുക്ക് ഷെയ്ഡ് നോക്കാം. ആദ്യം ഷെയ്ഡ് അപ്ലൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. ഞാൻ ഏതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊന്ന് ജസ്റ്റ് എൻ്റെ ടിഷ്യൂ കഴിഞ്ഞു പോയി ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് കിരോൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് നെറ്റ്മെക് ന്യൂഡ് 12, ഒരു ചോക്ലേറ്റി ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് ലിപ്സിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവരുടെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് ആൾ ചെയ്തത്. അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫേസിനൊരു എന്താ പറയുക, ഓൾ സ്കിൻ ടൈപ്സിന് സൂട്ടാവും. ഡാർക്ക് എന്നോ ലൈറ്റ് എന്നോ ഒന്നുമില്ല. നല്ല ഒരു ഫിനിഷിങ് തരുന്നതുകൊണ്ട് തന്നെ ലിപ്സിന് എല്ലാ ടൈപ്സ് സ്കിൻ ടോൺസിനും സ്യൂട്ടാവുന്നുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഈ രണ്ട് ലിപ്സ്റ്റിക്സും എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. പിന്നെ സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത് ഡ്രിപ്പ് ലിപ് മിസ്റ്റിനേക്കാളും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇച്ചിങ്ങോ അങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ നമുക്ക് പറ്റി പിടിക്കും ആ ഒരു പറയില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞ് നിൽക്കും ആ ഒരു ടൈപ്പ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പറയാനുള്ള അതുപോലെ തന്നെ സ്മൂത്ത് അപ്ലിക്കേറ്റർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളി അപ്ലിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. രണ്ടും നല്ല സ്മെല്ലാണ്. നല്ല സ്മൂത്ത് അപ്ലിക്കേറ്റർ ആണ്. ഒരു ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. ലൈറ്റ് വെയിറ്റ് ഒരു പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫാണ്. ഒരു ഇൻറ്റൻസ് കളർ പേ ഓഫ്, നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഇല്ലേ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഫേസിന്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു എന്തോ ഒരു എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊരു വലിയ ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീലൊന്നല്ല. ബട്ട് ഓക്കെ ആണ്. നമ്മുടെ ചുണ്ടിന് നന്നായിട്ട് ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതാണ്. പിന്നെ കംഫർട്ടബിൾ ഓൺ ലിപ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന പോലെയോ അങ്ങനെ വിലിഞ്ഞ് നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു ചില ലിപ്സ്റ്റിക്സിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈഗ്ലാമിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഭയങ്കരമായിട്ട് അത് സ്മഡ്ജ് ആവത്തൊന്നുമില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. ബട്ട് ചില ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് വലിഞ്ഞ് നിൽക്കുന്ന ഒരു ചുണ്ടൊക്കെ എന്തോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ ഒരു വെയിറ്റ് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. എനിക്കെന്നെ തോന്നുന്നു. ഞാനത് കംപ്ലീറ്റ്ലി നിർത്തി. മൈഗ്ലാമിൻ്റെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്വിംഗറിൻ്റെ കപ്പ് കേക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ഞാൻ അത് ചിലപ്പോൾ സിന്ദൂരൊക്കെ യൂസ് ചെയ്യും. സിന്ദൂരായിട്ടൊക്കെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അത് ലിപ്സ്റ്റിക്ക് ഞാൻ ഒഴിവാക്കി. കാരണം എനിക്ക് നമുക്ക് ഫീൽ ഗുഡ് വേണം. നമുക്ക് ഏത് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനൊരു അല്ലേ ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല, നമുക്ക് ചുണ്ടിനൊരു കംഫർട്ടബിൾ ആയിരിക്കണം ചുണ്ടിന്. ഏത് മേക്കപ്പ്സ് ഏത് ചെയ്താലും അങ്ങനെ തന്നെയാണ്. സോ എനിക്ക് കിരോൻ്റെ എനിക്ക് ഇതുവരെ വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്, ഷെയ്ഡാണ് കിരോൻ്റെ ഈ ഒരു നെറ്റ്മെക് ന്യൂഡ് കേട്ടോ. ചോക്ലേറ്റി ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. ഈ 27 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതിൽ ചോക്ലേറ്റി ബ്രൗൺ ആണ്, ന്യൂഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ നോൺ ഡ്രൈയിങ് ആണ്. നമുക്കൊരു ഡ്രൈയിങ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രൈയിങ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ചുണ്ടിന് ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ബ്രൗൺ ആണ്. നല്ല, അതായത് നമുക്ക് ചില ലിപ്സ്റ്റിക്സ് ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഷെയ്ഡായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയ്ഡെല്ലാം ആകെ മാറിയിട്ട് ഒരു ഡള്ളായിട്ട് അങ്ങനെ ഒരു ആ ഒരു ഇതില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് എന്താണോ അത് തന്നെയാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അപ്പോൾ ആ ഒരു ഷെയ്ഡ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ കിരോന്റെ പ്രത്യേകത. പിന്നെ ഈ രണ്ടും ഡ്രിപ്പ് ലിപ് മിസ്റ്റ് ആയാലും
നമ്മുടെ കിരോ ആയാലും. സോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് 875 രൂപയിൽ ഇത് ഓഫറിന് 650 രൂപക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. സോ കിരോന്റെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങുന്നതാണ് നല്ലത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് കിരോന്റെ സൈറ്റിൽ തന്നെ നന്നായിട്ട് നല്ല ഒരു ഒറിജിനൽ അതിൻ്റെ സാധനം കിട്ടും. സോ കിരോന്റെ സൈറ്റിലാകുമ്പോൾ ഫസ്റ്റ് വാങ്ങുന്നതിന് അതിനെന്തോ എത്ര % ഡിസ്കൗണ്ട് ഓഫർ എങ്ങാനും ഉണ്ട്. സോ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ കിരോന്റെ സൈറ്റ് കയറുക. അതിൽ നിന്ന് കിരോന്റെ നട്ട്മെക് ന്യൂഡ് 12 ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കിയിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ വാങ്ങി നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ 2 ഷെയ്ഡ്സും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.